പിന്നെ എനിക്ക് ഇപ്പൊ മണിച്ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ നാടൻ പാട്ട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ കയറി വരുന്നതാണ് നമ്മുടെ കലാഭമണി എന്ന് പറയുന്ന ആള്. അപ്പൊ ആളുടെ പാട്ടുകളിൽ നിന്ന് ഇൻസ്പയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മണിച്ചേട്ടന്റെ പാട്ട് കേരളത്തിൽ ഇനിയിപ്പോ ഏതൊരു നാടൻ അല്ല ഒരു ഗാനമേള നടക്കുകയാണെങ്കിലും എന്തൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ മണിച്ചേട്ടന്റെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. ആരെങ്കിലും മണിച്ചേട്ടൻ പാട്ട് പാടും. പിന്നെ നമ്മളിപ്പോ അറിഞ്ഞിട്ട് നമ്മൾ മാത്രം ചിട്ടപ്പെടുത്തി നമ്മൾ മാത്രം കേട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിന്റെ ഉള്ളിൽ ചിലപ്പോൾ അത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അപ്പൊ ഒരു നാടൻ പാട്ട് സ്റ്റേജില് മറ്റുള്ളവര് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല് അമ്മാണിയുടെ 4 പാട്ട് അല്ലെങ്കിൽ അമ്മാണിച്ചേട്ടന്റെ 4 പാട്ട് പാടും. അവർക്ക് അതാണ് പാട്ട്. നമ്മൾ ആറ് നാട്ടില് 100 പാട്ടാന്ന് പറയുന്നപ്പോ നമ്മുടെ നാട്ടിലെ തനതായിട്ടുള്ള ഈണ ആവില്ല ചിലപ്പോ പാലക്കാട് ചെന്നാലും. പാലക്കാട് പാടുന്ന ആ നഗരാമ്പീണ ഈണ ആവില്ല ചിലപ്പോ എറണാകുളത്ത് വന്നാല്. അതൊക്കെ 6 നാട്ടില് 100 ഭാഷ അല്ലേ. അതുപോലെ തന്നെ ഈണങ്ങളും നാട്ടീണങ്ങളും അങ്ങനെ തന്നെയാണ്. നടൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാത്രം മേഖലയിൽ നിൽക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ സംഗീതം ക്ലാസിക്കലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഒരു സംഗീതം ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. പല രാഗങ്ങളെ കൊണ്ടും പല ഈണങ്ങളെ കൊണ്ടും പല താളവും പല ഓരോ ഭാവങ്ങളും അതൊക്കെ കൂടി ചേരുമ്പോഴാണല്ലോ നല്ലൊരു സൃഷ്ടി ഉണ്ടാവും. അപ്പോ നടൻ പാട്ട് എന്ന് പറഞ്ഞാല് മണിച്ചേട്ടന്റെ പാട്ടുകളാണ് എല്ലാവർക്കും നടൻ പാട്ട് എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടി മനസ്സിൽ കാണുന്നത് മണിച്ചേട്ടന്റെ പാട്ടുകളാണ്. മണിച്ചേട്ടന്റെ പാട്ടിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം മിന്നാമിനുങ്ങാണ്. മിന്നാമിനുങ്ങ അയ്യോ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ, മിന്നാമിനുങ്ങേ. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ് മെയ് 31-ാം തീയതി. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്ത് പറയാനുണ്ടോ? എടുത്തു പറയാന്ന് പറഞ്ഞാല് നമ്മുടെ കുടുംബശ്രീയും കുഞ്ഞാടും റിലീസ് ആവാതിരിക്കണം. അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെയുള്ള പ്രയത്നം, ഒരു സ്വപ്നം കൂടിയിട്ടാണ്. അപ്പൊ അതിലൊരു ഭാഗവാക്കാവാൻ ഞങ്ങൾക്കും സാധിച്ചതിൽ അതിന്റെ ഡയറക്ടർ മഹേഷ് സാറ്, ഇതിന്റെ പ്രൊഡ്യൂസർ ബെന്നി സാറ്, അതിന്റെ അണിയറയിലുള്ള എല്ലാവരെയും നമ്മളെ സജസ്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നതിനോടൊപ്പം നിങ്ങളീ പടം കുടുംബശ്രീയും കുഞ്ഞാടുമുള്ള പടം നിങ്ങൾ എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തീർച്ചയായിട്ടും അത് അറിയിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ആ സിനിമ ഉടനെ എത്തുന്നതായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുടുംബശ്രീയും കുഞ്ഞാടും കുടുംബത്തോട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണാം, കുടുംബത്തോട് പോയി കാണാം. പ്രതീക്ഷിക്കുന്ന ലെവലിലേക്കൊന്നും പോയില്ലെങ്കിലും ഒരു സാധാരണ ഒരു കുഞ്ഞു പടം തന്നെയാണ്. അത്യാവശ്യം എന്റർടൈൻമെന്റ് അതിനകത്തുണ്ട്. നല്ല പാട്ടുകൾ, നല്ല നിറപരമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളും പാട്ടുകളും എല്ലാം നമ്മളൊരു നല്ലൊരു എന്റർടൈനറാണ്. ധ്യാൻ ശ്രീനിവാസൻ അപ്പൊ എം ജി സാറ് പാടുന്ന ഈ വോയിസിന് ധ്യാനം അതൊരു ഞാനൊരു കമന്റില് ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സിങ്ക് ആവുന്നില്ല. എം ജി സാറ് പാടിയ പാട്ട് ധ്യാന് സിങ്ക് ആവുന്നില്ല. ഇങ്ങനെ സിങ്ക് ആക്കിയാലല്ലേ സിങ്ക് ആവത്തുള്ളൂ. അവസരം കൊടുത്താലല്ലേ പ്രൊഫൈൽ ഇതുവരെ ഏതെങ്കിലും പാട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവസരം പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ പണ്ണ്. അത് കഴിഞ്ഞിട്ട് തിക്കുറിച്ചോട് ചോദിക്കണ്ട അത് സിംഗായില്ലോ. ആളുടെ ഡയലോഗ് വേറെ പാടുന്നത് വേറെ. നമ്മള് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രായമായിട്ടുള്ള വോയിസ് ലാലേട്ടന്റെ പല പാട്ടുകൾ എടുത്ത് നോക്കിയില്ലേ, മാക്സിമം ഒരു സൗണ്ട് അങ്ങോട്ട് സിംഗ് ആയി പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടാണ് ആൾക്കാർക്ക് മാറുമ്പോ ഒരു കൺഫ്യൂഷൻ വരുന്നതെന്ന് തോന്നുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ലാലേട്ടന്റെ വോയിസ് പാടുന്നത് വിധു പ്രധാനാണെങ്കിൽ കുറ്റം പറഞ്ഞല്ല, മനസ്സിലായി, സിംഗ് ആ ഒരു ഇത് വരും. അങ്ങനെ സിംഗ് ആക്കുമ്പോഴല്ലേ സിംഗ് ആവത്തുള്ളൂ അല്ലേ. ഇപ്പം ഒരു സംവിധാനം ഒരു നടൻ പറയാം എന്റെ അനുഭവങ്ങൾ എന്റെ ഒരു നടൻ പറയാണ്, താങ്കൾ ഇതിനു മുമ്പ് ഏത് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ നടനോട് ചോദിക്കുന്നത്, താങ്കൾ ഇതിനു മുമ്പ് ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്? ഫസ്റ്റ്
ആ നടൻ ആദ്യമായിട്ട് വരും, എന്നിട്ട് അവര് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും ഇതിനു മുമ്പ് ഏതാണ് ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അദ്ദേഹത്തിന് ചാൻസ് കൊടുത്ത് അഭിനയിച്ച് വന്നാലല്ല അദ്ദേഹത്തിന് പ്രൊഫൈൽ ആവുള്ളൂ. അതേപോലെ തന്നെ സംവിധായകന്മാരും കറക്റ്റ് ആണ്. അല്ലേ? അതെ, അല്ലാണ്ട് ഇപ്പൊ ജെയിംസ് കാമറോൺ അസോസിയേറ്റ് നിന്നിട്ട് ഇവിടെ സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെയുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ഞാൻ കഷ്ടപ്പാട് പറയുന്നത്, ഞാൻ ഒരു നടനെ കഥ പറയാനായിട്ട് 4 വർഷം പുറകെ നടന്നു. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, കഷ്ടപ്പാടാണ്, ദുരിതമാണ്. എല്ലാവർക്കും ചാൻസ് കൊടുക്കും. എന്നാലും നിങ്ങളെ പോലെ പുതിയ പുതിയ നിങ്ങൾ യൂട്യൂബേഴ്സ് നിങ്ങൾ വിളിക്കുന്നില്ല ആരും. അവസാനം ആരും നിങ്ങൾ പോയി കയറുന്നുണ്ട്, ഇന്ന് റീച്ച് ആവുന്നില്ല. കാരണം ഇതുപോലെ അവസരങ്ങൾ കിട്ടണം, എല്ലാവർക്കും അവസരം കിട്ടണം, അല്ലേ? അതാണ് എന്റെ ഒരു നല്ലത്. കാരണം എല്ലാവർക്കും അവസരം കിട്ടുമ്പോഴാണ് അവരവരുടെ കഴിവുകൾ പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. അവനും സിനിമ ചെയ്യുന്ന ആഗ്രഹമുണ്ടാകും, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അത് ജഡ്ജ്മെന്റ് ചെയ്യുന്ന പ്രേക്ഷകരാണ്. ആ ജഡ്ജ്മെന്റിലൂടെയായിരിക്കും അവരുടെ ഭാവി. ഇപ്പൊ ഈ പാട്ട് എന്താ നമ്മള് പ്രസവിച്ച കുഞ്ഞിന് എന്താ പറയുക, അമ്മയ്ക്ക്. അപ്പൊ നല്ലത് നമ്മൾ പ്രതീക്ഷിക്കും. പ്രേക്ഷകർ എന്ത് തീർന്നു അറിയില്ല. അവര് ഒരു പ്രത്യേക മൈൻഡാണ്. ഈ ലോകത്തിൽ തന്നെ വല്ലാത്ത ജഡ്ജ്മെന്റ് ആണ് ഈ മലയാളി. ഒരു വല്ലാത്ത ജഡ്ജ്മെന്റ്. ഏത് തരത്തിൽ ജഡ്ജ്മെന്റ് ചെയ്യുന്ന എനിക്കറിയില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആദ്യൊരു സംരംഭമാണ്, അപ്പം സപ്പോർട്ട് ചെയ്യാം, ജയിപ്പിക്കാം, അത്രയും. അതെ, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പുതിയ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് വരുന്നതാണ് മലയാള സിനിമയിലേക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങളെത്തിട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സിനിമയിലെ പാട്ടുകളും ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.